ആ എന്നാ പിടി. വേണ്ട. ഇതെന്തൊരു മോക്കുരുവാണ് ഈശ്വര. എന്തൊക്കെ ചെയ്തു നോക്കി, എന്നിട്ട് ഇതങ്ങോട്ട് കുറയുന്നില്ലല്ലോ. അതെന്താണെന്നറിയോ? എത്ര മൂക്കുരുണ്ടോ അത്രയും പേര് നിന്നെ പ്രേമിക്കുന്നുണ്ടെന്നാണ് അർത്ഥം. സോ ഏറ്റവും ബെറ്റർ ആരാണെന്ന് കണ്ടെത്തി നീയും പ്രേമിക്കുകയാണെങ്കിൽ മുഖക്കുരുവൊക്കെ പമ്പ കിടക്കും. എന്ന് ഞാൻ 9 മണിക്ക് ഉറങ്ങണമെന്ന് പറഞ്ഞിരിക്കുന്നു. ഉറങ്ങത്തെ എന്താ? ഉറങ്ങ. മുൻപേ 7 മണിന്നാ പറഞ്ഞേ, ഇനി 12 മണിന്നായിരിക്കും. പട്ടാ പകലും ഒത്തിരി നക്ഷത്രങ്ങൾ വേണം. ലെക്ചേഴ്സിന്റെ മുന്നില് ടെക്സ്റ്റ് ബുക്ക് പിച്ചി കയറാനുള്ള ധൈര്യം ഉണ്ടാവണം. ഇപ്പോഴുള്ളതുപോലെ ഇനി മുതൽ പെണ്ണുങ്ങൾക്ക് മുടി നീളം തീരെ ഉണ്ടാവരുത്. ടൈം പോരാതെ വരുവാണെങ്കിൽ ശരിക്കും ഘടികാരമേ ഇല്ലാത്ത ലോകാ വേണ്ടത്. ആ ലോകത്ത് എവിടെയും സന്തോഷം മാത്രം ഉണ്ടായിരിക്കണ്ടേ. എന്നും ഫ്രീ ആയിട്ട് എൻജോയ് ചെയ്യായിരുന്നു. എന്താടി പകൽക്കിനാവ് കാണാം? കിനാവ് എപ്പോഴും പകലാ കാണണ്ടേ, രാത്രി ലാവിഷായിട്ട് ഉറങ്ങാനുള്ളത്. ഹലോ, പകൽക്കിനാവ് കാണുന്നവർക്ക് ലൈഫിൽ കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല മോളെ. ഓൾറെഡി ലൈഫില് കഷ്ടപ്പാടും കോംപ്രമൈസുവാ. ഇനി സ്വപ്നത്തിലും കോംപ്രമൈസ് വേണോ? എന്നാലും ഇങ്ങനെ സ്വപ്നം കാണാവോ? കണ്ടാൽ എന്തൊരു ചന്തയാണോ? എന്നും ഇങ്ങനെ അടിച്ചു പൊളിച്ച് ജീവിക്കണമെന്നാ എനിക്ക്. അതിന് കഴിഞ്ഞില്ലെങ്കിൽ എന്ത് ചെയ്യാ? അതൊക്കെ എനിക്ക് സിമ്പിൾ ആണ് കേട്ടാ. എന്റെ അച്ഛൻ എന്നോട് പറഞ്ഞിരിക്കുന്നത് 1 മണിക്കെങ്കിലും ഉറങ്ങണമെന്നാ. കിടന്നുറങ്ങടി, ഉറങ്ങാൻ. ഒഴിഞ്ഞു പോടാ. എവിടെന്ന് കുറ്റിയും പറിച്ചോണ്ട് വരുന്നതാ? ഏരണം കിട്ട കോളേജ്. എന്തിനാ ഇവിടെ പഠിക്കുന്നത്? ഒത്തിരി കളേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞിട്ടെന്താ ഒന്നിനെങ്കിലും വളയ്ക്കാൻ കിട്ടിയിട്ട് വേണ്ടേ? ഞാൻ ഒത്തിരി പ്രതീക്ഷകളാണ് എങ്ങോട്ട് വന്നത്. 40,000 രൂപ അടച്ച ഒരു റിച്ച് ഫിഗറിനെ വീത്തി 40 ലക്ഷം രൂപ ഒപ്പിക്കാന്നാ വിചാരിച്ചത്. എന്റെ കഷ്ടകാലത്തിന് 40,000 പലിശ കൂടുന്നല്ലോ. ഇതുവരെ ഒരെണ്ണം പോലും വീണില്ല. ഇന്നലെ ഒരു പീസ് വന്നില്ലേ, മുടിയൊക്കെ പിന്നിട്ടുണ്ട്. അവളെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, ചിലപ്പോ വീണാലോ. സൂപ്പർ ഫിഗർ അല്ലേടാ. അത് നോക്കണ്ട. അതേടാ അളിയാ, ഇവളുമാരുടെ കാര്യമൊന്നും പറയാനൊക്കില്ലടാ. ചിലപ്പോ നോക്കിയാൽ തന്നെ കംപ്ലൈന്റ് കൊടുത്തോളെ. അല്ലെങ്കിൽ തന്നെ പ്രിൻസിപ്പാള് നമ്മൾ ഗേൾസിനെ നോക്കിയാ മതി. കീചകത്തിലെ ഭീമനെ പോലെ അലറിക്കൊണ്ടുവരുന്ന ആ രംഗം ഓർത്താൽ തന്നെ പിന്നെ ആരെയും നോക്കാൻ തോന്നില്ല. അയാളോടൊന്നും പോവാൻ പറയടാ. ചെയ്താലും തെറ്റ്. രാത്രി ടെറസിൽ കയറി നക്ഷത്രങ്ങളെ നോക്കിയാ അത് തെറ്റ്. പകല് TV കണ്ട അത് തെറ്റ്. പെൺകുട്ടികളായ അത് ചെയ്യരുത് ഇത് ചെയ്യരുത് എന്ന് കഷ്ടാ. ഇതെല്ലാം നീ പറഞ്ഞതല്ലേ. ഇനി തലപിന്നലിന്റെ കഥ എന്താ? അതോ, എന്റെ അമ്മ തല പിന്നിടുമ്പോ അനാവശ്യമായിട്ട് ആൺകുട്ടികളോടൊന്നും സംസാരിക്കരുത്. നിന്റെ ഫ്രണ്ട്സ് ആരെങ്കിലും വിളിച്ചാ അവരുടെ വീട്ടിലേക്കൊന്നും പോയേക്കരുത് കേട്ടോ. കുറച്ചു നാളേക്ക് ഇനി ടിവിയിലെ സിനിമ കാണലൊക്കെ മാറ്റിവെച്ച് അടങ്ങിയിരിക്കെ. നമ്മുടെ അപ്പുറത്തെ രമയുടെ മോളെ പോലെ പഠിച്ച് റാങ്ക് വാങ്ങണം കേട്ടോ. എനിക്കതൊക്കെ അറിയാം. നിനക്ക് എന്തറിയാം? പറയുന്നത് കേട്ടാ മതി. നിനക്കറിയാം ഉറങ്ങാൻ. എപ്പോഴും ഇത് തന്നെ ഇങ്ങനെ പറയുന്നത് എന്തിനാ അമ്മ? ഉറങ്ങിയിരുന്നോ? എന്താ പറഞ്ഞാൽ ഇഷ്ടപ്പെട്ടില്ലേ? അതുകൊണ്ട് നീണ്ട മുടി ഒരു പെണ്ണിനും ഉണ്ടാവാതിരുന്ന ഒരമ്മമാരുടെ ശല്യം ഉണ്ടാവില്ല. അതല്ലേ 17 വർഷമായിട്ട് ഇത് തെറ്റ് അത് ചെയ്യല്ലേ ഇതന്നെയല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എപ്പോഴും ഇങ്ങനെ പറയുന്ന എന്തിനാ? എന്തേ 17 years ആയി സഹിക്കുന്നെന്ന് നിനക്ക് വിശ്വാസമായില്ലേ? നിനക്കൊരു പാഴ്സൽ വന്നിട്ടുണ്ട്. പാഴ്സലോ? എനിക്ക് പാഴ്സലോ? ദേ ഇരിക്കുന്നു. ബാലു, ഏയ്, നാളെ രാവിലെ തന്നെ ഷർട്ട് വാഷ് ചെയ്ത് തന്നില്ലെങ്കിൽ പട്ടാ പകൽ തന്നെ നക്ഷത്രങ്ങൾ താൻ കാണും. വിജാതീയ ധ്രുവങ്ങൾ ആകർഷിക്കപ്പെടുകയും വികർഷിക്കപ്പെടുകയും ചെയ്യുന്നു. സാധ്യമാവുകയും ചെയ്യുന്നു. ഒന്നായി നിലകൊള്ളുന്ന കാന്തം എപ്പോഴും ദക്ഷിണ ധ്രുവങ്ങൾ മാത്രമേ കാണിക്കൂ. അങ്ങോട്ട് നോക്ക്.
അവന്റെ ഒരു വായ്നോട്ടം കണ്ടോ? ഞാൻ നോക്കില്ല, അച്ഛൻ എന്നോട് ആമ്പിള്ളേരെ നോക്കരുതെന്നാ പറഞ്ഞിട്ടുള്ളത്. See you, students. ഇതാച്ചു ശ്രീനി നിന്നെ 70 പ്രാവശ്യം നോക്കി, നീ 40 പ്രാവശ്യമേ നോക്കിയുള്ളൂ. അതായത് നീ 30 ബാക്കിലാണ്. കാര്യമായിട്ട് ഇമ്പ്രൂവ് ചെയ്യാനുണ്ട്. ഇതാ പ്രോഗ്രസ് റിപ്പോർട്ട്. ഇതാ വർഷ, നീയും ഷിജിയും വെരി ടോപ്പ്. നീയും 100 തവണ, അവനും 100 തവണ. 100 എന്നുള്ളതിന് 1000-ലും 10,000-ലും ഒക്കെ എത്തിക്കണം. നിനക്കുണ്ട് പ്രോഗ്രസ് റിപ്പോർട്ട്. എന്താ വേറെ ആരെങ്കിലും ഉണ്ടോ? ഹലോ സ്വപ്ന, എല്ലാവരും നിന്നെ 100 തവണ നോക്കിയപ്പോ നീ ഞാൻ ബാലുവിനെയാ 70 പ്രാവശ്യം നോക്കിയത്. ദാ റിപ്പോർട്ട്. ഞാനാ എന്തൊരു പറയണത്? എപ്പോഴും നോക്കി. സ്വപ്ന, കുട്ടിക്കൊരു ഗസ്റ്റ് ഉണ്ട്. ഗുഡ് മോർണിംഗ് സർ. ക്യാഷ് വേണമെന്നാ വെക്കടാ ഫോൺ. എന്താ മോളെ, നിനക്കെന്നെ ഓർമ്മയുണ്ടോടി? ചെറുപ്പത്തിലെങ്ങാണ്ട് കണ്ടതല്ലേ? നിന്റെ അച്ഛന്റെ കൂടെ നീ വീട്ടിലും വന്നിട്ടുണ്ട്. ഇതാ മോളെ ക്യാഷ് നട്ട്. നിനക്കിത് വലിയ ഇഷ്ടമല്ലേ? പിന്നെ നീ ഇപ്പൊ ഉള്ളത് ഞങ്ങളുടെ നാട്ടിലല്ലേ? നിന്റെ മേലൊരു കണ്ണു വേണമെന്നാ നിന്റെ അച്ഛൻ പറഞ്ഞിരിക്കുന്നത്. വെറുതെ പേരുദോഷമൊന്നും കേൾപ്പിക്കല്ലേ. നിന്റെ അച്ഛൻ സമ്പാദിച്ചു വെച്ചിട്ടുള്ള സ്ത്രീധന തുകയൊന്നും പാഴാക്കി കളയല്ലേ. അല്ലെങ്കിൽ തന്നെ അവന് ഭയങ്കര ടെൻഷനാ. ഞാനിവിടെ ഉണ്ടല്ലോ എന്നുള്ളത് അവന്റെ ആകെ ഒരു ധൈര്യം. നീ എന്താ ആലോചിക്കുന്നത്? മോനെ ബാലൂട്ട, എപ്പോഴും കത്തെഴുതരുതെന്ന് നീ എന്നോട് പറഞ്ഞെങ്കിലും അമ്മയ്ക്ക് എഴുതാതിരിക്കാൻ കഴിയോടാ? നീ എത്ര വളർന്നാലും അമ്മയ്ക്ക് എന്ന് നീ കൊച്ചുകുട്ടി തന്നെയാ. ഇവിടെ കാട്ടുന്നത് പോലുള്ള കുറുമ്പൊന്നും അവിടെ ആരോടും കാട്ടരുത്. പെൺകുട്ടികളുടെ മുഖത്ത് നോക്കാൻ നിനക്ക് ഇപ്പോഴും നാണമാണെന്ന് അമ്മയ്ക്കറിയാം. എന്നാലും പറയാ, അവരുമായി അധികം അടുപ്പത്തിനൊന്നും പോവണ്ട. കുഞ്ഞിലെ നിനക്ക് കുപ്പിപ്പാല് തരുമ്പോ അമ്മിഞ്ഞ കുടിക്കാൻ വേണ്ടി എനിക്ക് പൂച്ച കുടിക്കാത്ത പാലിതാ അമ്മേ എന്ന് കൊഞ്ചാറില്ലേ? ഓർമ്മയുണ്ടോ? ആ കാര്യം ഓർത്ത് അമ്മ ചിരിക്കാറുണ്ട്. ശരി മോനെ, നന്നായി പഠിക്കണേ ഉമ്മ. ഏതായാലും എന്റെ അമ്മക്കാളും കൊള്ളാം. ഇങ്ങനൊരു പ്രിൻസിപ്പാള് എനിക്ക് ആ മുഖത്ത് നോക്കാൻ തന്നെ പേടിയാ. ഒരുമാതിരി കുന്നം പൂച്ചയുടെ മുഖമല്ലേ അങ്ങേർക്ക്. എപ്പോഴും പഠിച്ചോ പഠിച്ചോ എന്ന് പറഞ്ഞോണ്ട് നടക്കും. അങ്ങേർക്ക് വീട്ടിലൊന്നും പോണ്ടേന്നാ ഞാൻ ആലോചിക്കുന്നത്. ശരിക്കും അങ്ങേർക്ക് ഭാര്യ പേടിയാണെന്നാ തോന്നുന്നത്. ഇന്ന് വ്യാഴാഴ്ച ആയതുകൊണ്ട് രക്ഷപ്പെട്ടടിയാ. മൗനവ്രതത്തിലാ. ഒന്നിന് കുള്ളം പ്രിൻസിപ്പൾ വരുന്നുണ്ട്. ഈ കാലമാണ് എവിടെ ഇരിപ്പുണ്ടായിരുന്നു? അയ്യോ സാർ, ഒന്നും ചെയ്യല്ലേ സാർ. സോറി. എക്സ്ക്യൂസ് മീ സർ, ടൈം ടേബിൾ നോക്കി വന്നതാ. ക്യാൻ ഐ ടേക്ക് മൈ ക്ലാസ്? താങ്ക് യു. My dear students, stand upon the bench. ഞാൻ പറഞ്ഞത് കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ല. I said stand up on the bench. Please. എപ്പോഴും റൊട്ടീൻ പോലെ ഒരേ ബെഞ്ചിൽ തന്നെ ഒരേ പ്ലേസിലിരുന്ന് ഇതേ ബ്ലാക്ക് ബോർഡിൽ നോക്കി ഇതേ ക്ലാസ് റൂമിൽ ഒതുങ്ങിയ നിങ്ങൾ ഇപ്പോൾ ഇതാ ഇങ്ങനെ നോക്കുമ്പോൾ ആ വ്യത്യാസം കാണുന്നുണ്ടല്ലോ അല്ലേ? ജീവിതം ഇതുപോലെ തന്നെയാ. ഒരേ രീതിയിൽ മാത്രമല്ലാതെ സംതിങ് ഡിഫറെന്റ് ആംഗിളിൽ അതിനെ നോക്കി കാണാൻ ശ്രമിക്കും. ഓക്കെ ഓക്കെ, താങ്ക് യു. സിറ്റ് ഡൗൺ. ഹേയ്, നീ എന്താ എഴുന്നേൽക്കാത്തത്? ഞാൻ ഓൾറെഡി അങ്ങനെ കണ്ടു കഴിഞ്ഞു സാർ. Good. Keep it up. I always meet a right person like you. ഞാൻ നിങ്ങളോട് ഫിസിക്സിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഫിസിക്സ്, the king of sciences. നിങ്ങൾ ബെഞ്ചിൽ കയറി നിന്നപ്പോൾ ഒരു കാര്യം ബോധ്യമായിട്ടുണ്ടാവും. എല്ലാവർക്കും ഒരേ വസ്തുവിനെ ഒരേ രീതിയിൽ കാണാൻ സാധിക്കേയില്ല. കുറച്ചുപേർക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് തെറ്റായിരിക്കാം. ഈ കുട്ടി ഇഷ്ടപ്പെടുന്നത് അയാൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. അങ്ങനെ എല്ലാം ഒന്നു മറ്റൊന്നുമായി താരതമ്യം ചെയ്യണം. കമ്പാരിസൺ. അത് ലാബിലാണെങ്കിലും ലൈഫിലാണെങ്കിലും ശരി.
ദാറ്റ് ഈസ് ഫിസിക്സ്. അല്ലാതെ ഫിസിക്സ്, ഐ മീൻ ലൈഫ്, ഈ 200 പേജുള്ള പുസ്തകത്തിൽ ഒതുക്കിയിട്ട് നോ വേ, ഐ ഡോണ്ട് ബിലീവ് ഇറ്റ്. സോ ഫിസിക്സ് എന്നാൽ ഇതാണെന്ന് മനസ്സിലായെങ്കിൽ, അങ്ങനെ ഒരു കോൺഫിഡൻസ് നിങ്ങൾക്കുണ്ടെങ്കിൽ, ഈ പുസ്തകം നിങ്ങൾക്ക് ആവശ്യമില്ല. അക്ഷരാർത്ഥത്തിൽ പറയുകയാണെങ്കിൽ ഇത് നിങ്ങൾക്ക് കീറിയെറിയാം. നിന്റെ അച്ഛന്റെ മണിയടി നീയും തുടങ്ങിയോ? പുതിയ പുസ്തകത്തിന്റെ വാസന നല്ല രസമല്ലേടാ? ഈ വാസന എന്തിനാണെന്നറിയോ? നിന്നെ പോലെ ഒരു വാസന ഇല്ലാത്തവനെ എങ്ങനെയെങ്കിലും അല്പം വാസന കിട്ടിക്കോട്ടെ എന്ന് കരുതിയാ. തമാശക്കാരൻ. സ്റ്റോപ്പ് സ്റ്റോപ്പ് സ്റ്റോപ്പ്. ഇനി നീ പറയടി മോളെ, ഏതൊക്കെ ക്വാളിറ്റീസ് ഉള്ള പയ്യനെയാ നീ ലവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? എന്റെ അച്ഛൻ പറയുന്നതേ, നുണക്കുള്ളവർക്ക് എന്തൊക്കെ കുറവുകളുണ്ടെങ്കിലും അതൊരു കുറവേ അല്ലെന്നാ. ലൈഫിൽ അവർ ടോപ്പിലെത്തുന്ന. ഞാൻ അങ്ങനെ ഒരാളെ സെലക്ട് ചെയ്യും. നിനക്ക് നുണക്കുഴിയുണ്ടല്ലോ, അവളെ ട്രൈ ചെയ്യടാ. അതിനവൾ ആരാണെന്നറിയോ? എങ്ങനെയാടാ ഒക്കെ കണ്ടുപിടിക്കടാ. നിനക്കോ? അതേടി, നീ പറ. എനിക്ക് ബൈക്ക് നന്നായി റൈഡ് ചെയ്യുന്നവനെയാ ഇഷ്ടം. എന്താന്ന് വെച്ചാ ബൈക്ക് നന്നായി കൺട്രോൾ ചെയ്യുന്നവർക്ക് ലൈഫും നന്നായി കൺട്രോൾ ചെയ്യാൻ കഴിയും. നോക്കിക്കോടാ, 2 ദിവസത്തിനുള്ളിൽ ഞാൻ അവളെ ബൈക്കിലിരുത്തി റിങ് റിങ് റൈഡ് ചെയ്യും. എനിക്ക് തടിയുള്ളവനെ ഇഷ്ടം, ഹൈറ്റ് ഇല്ലേലും സാരമില്ല. എനിക്ക് കന്നഡ വെച്ചവരെയാ ഇഷ്ടം. എനിക്ക് കാത് കുത്തിയവരെയാ ഇഷ്ടം. എനിക്ക് മുടി നീട്ടി വളർത്തിയവരെ ഇഷ്ടം. ആ നിക്ക് നിക്ക് നിക്ക്, ഇനി പറയേണ്ടത് സ്വപ്നയാ. ഞാനോ? എനിക്ക് ഹെയർ സ്റ്റൈൽ ആണെങ്കിൽ അത് വേണ്ട വേണ്ട. ഡ്രസ്സിങ്ങിനെ കുറിച്ച് എനിക്ക് പറയാൻ പറ്റുന്നില്ലടി. എന്താ പറ്റാത്തെ? ഞങ്ങൾ പറഞ്ഞില്ലേ. ഒന്ന് പറ സ്വപ്ന. എന്തൊരു പറയാ, നാണാവണടി.